ആമേൻ. ഹോളി സ്പിരിറ്റ്, വി വെൽക്കം യു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് ഈ സമയത്ത് പിതാവിൻ്റെ ആ പ്രഷ്യസ് ആമേൻ പ്രസൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം, ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവസന്നിധി ബോധത്തോട് ഞങ്ങളെ ആമേൻ ആക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം ഇന്ന് പകൽക്കാലം. ആമേൻ. ഹല്ലേലൂയ. അങ്ങേ ആരാധിക്കുവാനുള്ള കൃപ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ. ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചേർന്ന് കരങ്ങളെ അടിച്ച് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണേ. ആമേൻ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു. ഈ പാട്ടുപാടി ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അതിശയം ലോകത്തിൽ നടന്നിടും
ആരാധിക്കുന്നു. ഹല്ലേലൂയ. പകൽക്കാലം പിതാവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കുന്നുവെന്ന് ആമേൻ ഉറപ്പോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ നമ്മൾ ചേർന്ന് പാടിയ ആമേൻ ആദ്യത്തെ പാട്ടിന്റെ വരികൾ ഒന്നുകൂടെ ചേർന്ന് പാടി ആമേൻ ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യാം. പരിശുദ്ധാത്മാ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവാ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ, പരിശുദ്ധാത്മാവാ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ, നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക, നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവദാനങ്ങൾ ഉറവിടമാണ് യേശുവേ, സർവദാനങ്ങൾ ഉറവിടമാണ് യേശുവേ, അങ്ങേ ഹല്ലേലൂയ. നല്ല നിമിഷങ്ങൾക്ക് പിതാവിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേക ഈ സെഷന്റെ ആമേൻ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയ ആമേൻ PMG ചർച്ചിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ പാസ്റ്റർ TN കോശി അവരുടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഈ സെഷൻ അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ ഡെന്നി സാം, അനുഗ്രഹിക്കപ്പെട്ട മ്യൂസിക് ടീം, കടന്നു വന്നിരിക്കുന്ന എല്ലാ PMGS അംഗങ്ങൾക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രാവിലെ എനിക്ക് എൻ്റെ മുൻപിൽ അധികം സമയമില്ല. ഞാൻ വിചാരിച്ച് എനിക്ക് അരമണിക്കൂർ കിട്ടുമെന്ന്. അങ്ങനെ ഒരു ഒരുക്കത്തോടെയാണ് ഞാൻ വന്നത്. എന്നാലും നമുക്ക് അല്പസമയം എടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് പകൽക്കാല ജീവിതം ആരംഭിക്കുകയാണ്. സ്വതന്ത്രം ജീവിതം ആരംഭിക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം? എങ്ങനെ തുടങ്ങണം? പ്രാർത്ഥനയോടെ തുടങ്ങണം, വചനധ്യാനത്തോടെ തുടങ്ങണം. അത് ചെയ്യുന്നവരെത്ര പേരുണ്ട്? ബൈബിൾ കൊണ്ടുവന്നവരെത്ര പേരുണ്ട്? ഇന്നലെ പറഞ്ഞ വചനം വായിച്ചവരെത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. രാവിലെ നമ്മൾ പ്രഭാതം നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയോടെ. ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഒരു മെഡിറ്റേഷൻ, ധ്യാന നിമിഷങ്ങളാണിത്. ശാന്തമായിട്ട് നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത് ശാന്ത അനുഭവത്തിൽ ആയിരിക്കണം. വ്യക്തിപരമായി നമ്മുടെ അധരങ്ങളും കണ്ണുകളും എല്ലാം അടഞ്ഞുകൊണ്ട് പ്രഭാതത്തിൽ നാം എഴുന്നേറ്റ് ആരംഭത്തിൽ നമ്മുടെ ദൈവത്തോട് സംസാരിപ്പാനിടയാകണം. നമ്മുടെ ഉള്ളത്തെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന,
നമുക്ക് ഇന്ന് വഴി പറഞ്ഞു തരുന്ന, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവ് എനിക്ക് വഴി പറഞ്ഞു തരുമെന്ന്. ഓരോ പകൽക്കാലവും ഏത് വഴിയിലൂടെ എങ്ങനെ പോകണമെന്ന് അറിയിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ആ ദൈവം എങ്ങനെയാണ് നമ്മോട് വഴി പറഞ്ഞു തരുന്നത്? ദൈവം നമുക്ക് നേരത്തെ വഴി പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ വചനത്തിലൂടെ, പ്രൈസ് ദി ലോർഡ്. ഈ വചനം എന്താണ്? നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ വചനം നമ്മോട് ചേർന്ന് പറഞ്ഞ ഈ വചനം എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെയെങ്കിൽ ആ വചനത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തു ചെല്ലണം. ആദ്യം നാം ആ ദൈവവുമായുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ, എന്നിട്ട് ദൈവം നമ്മോട് സംസാരിച്ചിട്ടുള്ള, ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, എന്നും നിത്യവചനമായിരിക്കുന്ന സത്യവചനത്തിലേക്ക് പ്രഭാതത്തിൽ നാം അടുത്തു വരുവാനിടയാകണം. ഇന്നു മുതൽ ആ തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ വീട്ടിലെല്ലാം ബൈബിൾ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുമോ? പ്രാർത്ഥനയോടും ഈ വചനധ്യാനത്തോടും നാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മോട് സംസാരിപ്പാനിടയാകും. എനിക്ക് പല കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ ഞാൻ ചുരുക്കി പറയുകയാണ്. ഇന്നലെ വായിച്ച ഭാഗം അറിയാവുന്നവർ, അതിനു മുൻപും അറിയാവുന്നവർ കരമൊന്ന് ഉയർത്തിയാട്ട. ആരും വായിച്ചില്ല പലരും. മുടിയനായ പുത്രൻ്റെ കഥയെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി ഭാഗങ്ങളൊന്നും, ചില വചനങ്ങളൊക്കെ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ വേഗത്തിൽ തന്നെ, നമ്മുടെ ഈ ക്യാമ്പിൻ്റെ തീം എന്താണ്? ചേർന്ന് പറഞ്ഞേ, ഹൂ ആം ഐ? ഞാൻ ആരാണ്? അതിന് പല ഉത്തരം ഞാൻ ഇന്നലെയും പറഞ്ഞു. പല ഉത്തരം കണ്ടുപിടിക്കാം. അതിലേറ്റവും ശ്രേഷ്ഠമായ ഉത്തരം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഇതിനകത്ത് നമ്മൾ ഈ വായിച്ച ഈ വേദഭാഗത്തിൽ 11 മുതൽ 30, എല്ലാവരും ബൈബിൾ എടുത്ത് ആ ഭാഗം ഒന്ന് നോക്കിയേ. എന്നിട്ട് തന്നെ വേഗം ഒന്ന് നോക്കിയേ. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കാൻ ഒന്നും സമയമില്ല. അതിനകത്ത് 2 മക്കളെക്കുറിച്ച് കാണുക. എത്ര മക്കളുണ്ട്? 2 മക്കളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഒന്ന് ഇളയ മകൻ, 2 മൂത്ത മകൻ. ഞാൻ ഒരു മകൻ്റെയും കൂടെ പേരവിടെ പറയുകയാണ്. അത് എഴുതിയിരിക്കുന്ന ഭാഗം ഇതാണ്. അതിൻ്റെ 17 മുതൽ 24 വരെയുള്ള ഭാഗത്ത്, അതിൻ്റെ 25 മുതൽ 25 ആദ്യ വാക്കൊന്ന് വായിച്ചേ. അവൻ്റെ മൂത്ത മകൻ വയലിൽ നിന്ന് വന്നു. അപ്പോൾ തന്നെ ഇളയ മകനുമുണ്ട്. ഇനി 17 മുതൽ 24 വരെയുള്ള ഭാഗത്ത് ആ ഇളയ മകൻ തന്നെയാണെങ്കിലും ഞാനൊന്ന് പറയട്ടെ, അവനിപ്പോഴേത് മകനല്ല, പഴയ മകനല്ല. സ്വതന്ത്രം പഴയ മകനാണോ? ആ കഥ അറിയാവുന്നവർ, ഞാൻ ആ കഥയിൽ മാത്രം നിന്ന് പറയുകയാണ്. ആ കഥയുമല്ല, അത് സംഭവമാണ്. കാരണം അവിടെ പറഞ്ഞു തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. മറ്റ് 2 ഉപമ അതിനകത്ത് പറയുമ്പോൾ അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉപമയായിട്ട് പറയുമ്പോൾ ഈ വചനത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ അഭിപ്രായമുണ്ട്: ഇത് കർത്താവ് അറിയുന്ന ഒരു സംഭവം പറഞ്ഞയാണെന്നാണ്. ഉണ്ടായിരുന്നു. മറ്റേത് ഉണ്ടെന്നിരിക്കട്ടെ, 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, 100 ആടുകൾ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോഴത് സങ്കല്പമാണ്, അത് ഉപമയാണ്. എന്നാൽ ഇതുണ്ട്. ഈ വചനങ്ങൾ പറയുമ്പോൾ ഈ 3 മക്കളുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, ഞാനിതിലേത് മകനാണ്? ഒന്നാമത്തെ മകൻ എന്താണ്? ഒന്നാമത്തെ മകന് നമ്മളിട്ട പേരാണ്, ലോകമിട്ട പേരാണ്. അതിനകത്ത് എവിടെയെങ്കിലും മുടിയനായ പുത്രൻ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? വേഗം ഒന്ന് മറുപടി പറഞ്ഞേ. ഉണ്ടോ മക്കളെ? ഇല്ല. മുടിയനായ പുത്രൻ എങ്ങും എഴുതിയിട്ടില്ല. പക്ഷേ അവൻ്റെ സ്വഭാവം കൊണ്ട് ലോകമിട്ടു, നമ്മളിട്ടു മുടിയനായ പുത്രൻ. വീട്ടിലുള്ളതെല്ലാം കൊണ്ടുപോയി അവൻ എന്ത് ചെയ്തു? മുടിച്ചു. അപ്പൻ്റെ കയ്യിൽ നിന്ന്
സമയത്തിന് മുൻപേ അപ്പനെല്ലാം കൊടുത്തേനെ. സമയത്തിന് മുൻപേ ചോദിച്ചു നമ്മളെപ്പോലെ, എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, തന്നില്ലെങ്കിൽ ഇപ്പം കണ്ടോണം, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ടോ? സമയത്ത് ദൈവം നമുക്കെല്ലാം തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ വളരെ ഒന്നും നിർബന്ധം പിടിക്കരുത്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം എല്ലാം തരും. അങ്ങനെ തന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കും? അനുഗ്രഹമായിരിക്കും. ഈ മകൻ അവന് എങ്ങനെ പണം വിനിയോഗിക്കാൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അവിടെ നമ്മളത് വായിക്കുന്നുണ്ട്. എന്താണ്? അവൻ അത് നാനാവിധമാക്കി കളഞ്ഞു. അവൻ ദൂരദേശത്ത് പോയി നാനാവിധമാക്കി. വേണ്ടാത്ത ബന്ധങ്ങൾ കൂടി, കയ്യിലുള്ള പൈസ എല്ലാം നഷ്ടപ്പെട്ടു. വീണ്ടും അവിടെ ജീവിക്കുവാനുള്ള വകയില്ലാതെ വന്നപ്പോൾ ഒരു പൗരനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ പന്നിയെ മേയിക്കുന്ന ജോലി ചോദിച്ചു വാങ്ങി. തിന്നുവാനുമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. വാളവര, പന്നിക്ക് കൊടുക്കുന്ന കാടി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പിണ്ണാക്കെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് വാളവരെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈതല്, ആ ഇളയ മകൻ ആഗ്രഹിച്ചു. എന്നാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഞാൻ ഈ മകനാണോ? ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. ഞാൻ ഈ മകനാണോ? ഹുവാമായി ഞാൻ ഈ മകനാണോ? നിർബന്ധ ബുദ്ധിയോടെ അപ്പൻ്റെ കയ്യിൽ നിന്ന് അവകാശം വാങ്ങി ഉള്ളതെല്ലാം കൊണ്ടുപോയി. ഇന്നലെ ആ ടീബിൻ ഇവിടെ പാട്ട് പാടിയപ്പോഴും പറഞ്ഞല്ലോ, എന്താണ്? താനും ഇതുപോലെ ഒരു പാസ്റ്റർ മകനായി ജീവിച്ച് ഒരിടത്ത് പോയി, എന്താണ്, പിന്നെ ചെലവാക്കാൻ പോലും പൈസ ഇല്ലാതെയായി എന്ന്. ഞാൻ ഈ മകനാണോ? ഈ മകനാണെന്ന് തോന്നുന്നവർ കരമൊന്ന് ഉയർത്തിയേ. അല്ല. ആരെങ്കിലും ഉയർത്തിയെങ്കിൽ അവർ ശ്രദ്ധിക്കാതെ പറഞ്ഞതാ. നമ്മൾ ഈ മകനാണോ? അല്ല. അത് നിങ്ങൾ തീരുമാനിക്കുക. ബാക്കി ഞാനിപ്പോൾ അല്ല എന്നങ്ങ് പറയുകയാണ്. എന്നാൽ രണ്ടാമത്തെ മകൻ, ഞാൻ പറഞ്ഞ മകൻ, ഈ മകനെ തന്നെയാണ് ഞാൻ അവിടെ പറയുന്നത്. അവനൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. 17-ാം വാക്യം. അപ്പോൾ എല്ലാവരും ആ വചനം ഒന്ന് നോക്കിയേ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും, ബാക്കി പറഞ്ഞേ, നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ, നാം ആരുടെ മകൻ? ഹുവാമായി, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. എന്നാൽ ഈ മകൻ പറയുകയാണ്, ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ എന്തല്ല? യോഗ്യനല്ല. ഞാൻ വായിക്കുന്നില്ല. അപ്പൊ ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. കാരണം അപ്പൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ വാങ്ങിക്കൊണ്ട് നാനാവിധമാക്കി ഭക്ഷണം പോലും കഴിപ്പാനില്ലാതെ അവൻ്റെ ജീവിതം നശിപ്പിച്ച് വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി. അതൊക്കെ അവിടെ ഉണ്ട്. ആ വചനങ്ങളിൽ അവിടെ വായിക്കുന്നു, വേണ്ടാത്ത ബന്ധങ്ങൾ കൂടി അവൻ്റെ ജീവിതം നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവനോട് തന്നെ പറയുകയാണ്, ഞാൻ നിന്റെ മകനല്ല, ഞാൻ നിന്റെ മകനല്ല. എന്നാൽ നമുക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ നിന്റെ മകനാണ്. ചേർന്നൊന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ചേർന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ധ്യാനത്തോടെ ഒന്ന് പറഞ്ഞേ, ദൈവമേ, ഞാൻ നിന്റെ പൈതലാകുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കണം, ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ പൈതൽ. ഈ മകൻ എന്ത് ചെയ്തു? അവൻ അവിടെ തീരുമാനമെടുക്കും. ഞാൻ വേഗത്തിൽ പറയുകയാണ്. അവൻ തീരുമാനമെടുക്കുന്നു. എന്താണ്? ഞാൻ അപ്പൻ്റെ അടുക്കൽ പോയി ഞാൻ എന്ത് ചെയ്യും? അപ്പാ, ഞാൻ നിന്നോടും പാപം ചെയ്തു, സ്വർഗത്തോടും എന്ത് ചെയ്തു? ശ്രദ്ധിക്കുന്നുണ്ടോ? ആരോടൊക്കെയാ പാപം ചെയ്തത്? നിന്നോട്, പിതാവിനോടും പാപം ചെയ്തു,
സ്വർഗീയ പിതാവിനോടും പാപം ചെയ്തു. ഇന്നലെ നമ്മൾ വചനം ഇവിടെ കേട്ടപ്പോൾ കർത്താവിന്റെ ദാസൻ നമ്മെ പഠിപ്പിക്കുവാനിടയായി, രാത്രിയിൽ നാം കേൾപ്പാനിടയായി. അത് കേട്ട പ്രകാരം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഓരോ ഗ്രേഡിലുള്ളവർ പാപം ചെയ്യുമ്പോൾ അതതിൻ്റെ ചെറിയ ശിക്ഷകളേ ഉള്ളൂ. എന്നാൽ ഗ്രേഡ് കൂടി, അറിവ് കൂടി, പരിജ്ഞാനം കൂടി, പഠനം കൂടി, കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം കൂടുതൽ അറിഞ്ഞവന് കൂടുതൽ എന്ത് ചെയ്യുന്ന അടികൊള്ളുമെന്ന, കൂടുതൽ അറിഞ്ഞവന്, അധികം അറിഞ്ഞവൻ എന്ത് ചെയ്യുമെന്ന അധികം അടികൊള്ളും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നാം അറിയേണ്ടത്, ഈ മകന് സുബോധം വന്നു എന്നാണ്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും അപ്പനെ അനുസരിക്കാതെ, അമ്മയെ അനുസരിക്കാതെ, അധ്യാപകരെ അനുസരിക്കാതെ ജീവിതത്തിൽ സ്വന്തം വഴികളിൽ പോയി കുരുക്കിലും കെണികളിലുമൊക്കെ അകപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, ദൈവപൈതലേ, നിന്നോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിന്നോട് തന്നെ നീ ചോദിക്കുക, ഞാൻ ആരാണ്? അപ്പോൾ ദൈവം മറുപടി പറയുകയാണ്, നീ എൻ്റെ മകനല്ല. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല, നീ അകന്നുപോയി, നീ ദൂരെ പോയി. ഇന്നലെ നമ്മളൊരു പാട്ട് പാടിയല്ലോ, ദൂരെ 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 എന്നും പറഞ്ഞൊരു പാട്ട്. അത് ഈ കോണ്ടസ്റ്റിലാണ്, ഈ അർത്ഥത്തിലാണ് അത് പാടുവാനിടയായത്. ദൂരെ പോകുവാനിടയായി. എന്നാൽ അവൻ വരിക, ഞാൻ മടങ്ങിച്ചെല്ലും. ഒരു തീരുമാനമാണ്, ഞാൻ എന്ത് ചെയ്യലും? മടങ്ങിച്ചെല്ലും. അപ്പനോട് ഞാൻ പറയും, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ പാപം ആരോട് ചെയ്യുന്ന പാപമാ? സ്വർഗത്തോട്, സ്വർഗീയ പിതാവ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പാപം ചെയ്ത്, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ച്, പേഴ്സണൽ സിന്ന്, അല്ലെങ്കിൽ ആ സിന്നുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനോട് വിട പറയുവാൻ സുബോധം വരിക. അവൻ അതുപോലെ ചെന്നു. അപ്പൻ ദൂരമേ കാത്തിരിക്കുക. അവിടെ നിങ്ങൾ വായിക്കുമ്പോഴറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഭാഗവും എടുക്കുവാനിടയായത്, അധികം ചിന്തിപ്പാൻ. അവിടെ എന്താണ്, അവൻ ചെന്നപ്പോഴേ അവിടെ കാണുവാൻ അപ്പൻ ദൂരമേ നിന്ന് കണ്ടു. അപ്പോൾ നമ്മുടെ ഈ അപ്പൻ്റെ സ്വഭാവം എന്താണ്? നാം അവൻ്റെ അടുക്കൽ നിന്ന് വിട്ടുപോയ നിമിഷം വരെ പോകട്ടെ അവനെന്ന് പറഞ്ഞ് പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ പിതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഓ, അവന് അനുസരണക്കേട്, പോട്ടെ. ഇല്ല, ദൂരെ അവൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ വരുന്നു, അവൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധയോടെ ദൂരവേ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതാ ഇളയ മകൻ തന്നെ മടങ്ങി വരുന്നു. പക്ഷേ പഴയ മകനല്ല, മടങ്ങി വന്ന, സുബോധം വന്ന, മനസ്സാന്തരപ്പെട്ട മകൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചേ, കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചേ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ ഇളയ മകനെ പോലെ മടങ്ങി വരുന്നവരെ ഓർത്താണ്. അവിടെ ഒരു വചനമുണ്ട്, സ്വർഗം എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്നു. ഞാൻ വേഗത്തിൽ പറയട്ടെ, അപ്പൻ അവൻ എന്തൊക്കെ കൊടുത്തു? മേത്തരമായ അങ്കി കൊണ്ടുവന്നു. കാരണം എന്താണ്? വെള്ള വീട്ടിൽ നിന്നുള്ള നല്ല സൂപ്പർ അങ്കി അവൻ കൊണ്ടുപോയി നശിപ്പിച്ച് പന്നിയുടെ കൂടെ കിടന്ന് അങ്കി നശിപ്പിച്ചു. പിന്നെ അവന് വീട്ടിലായിരുന്നെങ്കിൽ അപ്പൻ്റെ മകൻ എന്നുള്ള അധികാരമുണ്ടായിരുന്നോ? അതിന് അങ്കി കൊടുത്തു. രണ്ടാമത് മോതിരം കൊടുത്തു. മോതിരം പഴയ നിയമത്തിലും ഇന്നുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മോതിരം, മുദ്രമോതിരം, അത് അടയാളമാണ്, അത് അധികാരമാണ്. എന്താണ്? അധികാരം. മൊർദെഖായിയുടെ കയ്യിൽ മുദ്രമോതിരം കൊടുത്തപ്പോൾ അത് സീൽ ചെയ്ത് അത് കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വേറെയും അതേ അനുഭവങ്ങൾ. മുദ്രമോതിരം, ഹാമാന്റെ കയ്യിൽ അത് കൊടുത്തപ്പോൾ അത് ദുരുപയോഗം ചെയ്തു. ഇന്ന് പകൽക്കാലം മുദ്രമോതിരം, അധികാരം. കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ അടക്കി വാഴുവീനെന്ന്. എന്നാൽ ഇവൻ അധികാരം നഷ്ടപ്പെട്ട് അപ്പൻ്റെ മകനായിരുന്നവന് പൗരന്റെ ദാസനായി തീരുവാനിടയായി. ആരായിത്തീർന്നു? ഒരു വിദേശ പൗരൻ്റെ, ഒരു വെളിയിൽ പോയി, ഒരു അന്യദേശത്ത് പോയി, ആ ദേശത്തെ പൗരന്റെ അടിമയായി, ദാസനായി വേല ചെയ്തപ്പോൾ, ഞാൻ നിന്റെ മകനെന്ന്, ഞാനൊരു ദാസനെ പോലെയാകാം. അവനിപ്പോൾ പറയുന്നത് ദാസനാണെന്നാ. സ്വതന്ത്രം. നമ്മൾ ദാസരല്ല. ആ മുദ്രമോതിരം മടക്കിത്തരും. ഇന്ന് പകൽക്കാലം ആ മോതിരം നഷ്ടപ്പെട്ടു. കാലിൻ്റെ ചെരുപ്പ് അവന് പോയി. നടന്ന് ദൂരെ യാത്ര ചെയ്തു, ഉള്ള ചെരുപ്പ് പോയി.
ഉള്ള ചെരുപ്പ് പോയി. ചെരുപ്പ് മറ്റെന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്? വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. മറ്റൊരു വചനം എന്താണ്? ചെരുപ്പ് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു, സമാധാന സുവിശേഷത്തെയും സൂചിപ്പിക്കുന്നു. അപ്പം അപ്പൻ അവൻ എന്തു കൊടുത്തു? ചെരുപ്പ് കൊടുത്തു. പിന്നെന്താണ്? ഒരു കാളക്കുട്ടിയെ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് എന്ത് ചെയ്തു എന്നാ? അവന് വിരുന്നൊരുക്കുവാനിടയായി. ഭക്ഷണമില്ലാത്തവന് വിരുന്ന് കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, അവൻ എന്തു കൊടുത്തു? വിരുന്നൊരുക്കി, വിരുന്ന് കൊടുത്തു. ഞാൻ അവിടെ നിർത്തട്ടെ. അങ്ങനെയെങ്കിൽ മടങ്ങി വരുന്നവർക്ക് ദൈവമെല്ലാം മടക്കി കൊടുക്കുവാനിടയാകും. അവരെ ഓർത്താണ് സ്വർഗം സന്തോഷിക്കുന്നത്. ഇന്ന് പകൽക്കാലം അനുസരണക്കേടോ പാപമോ ജീവിതത്തിൽ വന്നാരെങ്കിലും ദൈവത്തെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുന്നവരെ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ഒന്നുകൂടെ വായിക്കണം. അവരെ ഓർത്ത് വീട് സന്തോഷിച്ചു. ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയെന്ന് കാണുന്നു. ഇനി മൂന്നാമത്തെ മകൻ, അതാണ് ഇന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി മറ്റൊരു കാര്യം, ഈ മൂന്നാമത്തെ മകൻ ഈ വലിയ ആഘോഷം നടക്കുമ്പോൾ എവിടെ ഇല്ല? വീട്ടിലില്ല. അവൻ വയലിലാണ്. വയലിൽ ജോലി ചെയ്യുമായിരിക്കത്തില്ല. വലിയൊരു യജമാനൻ്റെ എല്ലാമുള്ള ആളിൻ്റെ മകൻ. അപ്പോൾ ജോലി ചെയ്യിപ്പിക്കാനാണ് പോയത്. പക്ഷെ അവൻ അവിടെ തന്നെ ആയിരുന്നോ എന്ന് ഓർക്കേണ്ടിയിരിക്കുന്ന പല വാക്കുകൾ അവൻ്റെ നാവിൽ നിന്നുണ്ട്. അവൻ വന്നപ്പോൾ ഇവിടെ ആഘോഷം നടക്കുന്നു. ഞാൻ ഇത്രയും നാൾ അവൻ്റെ കൂടെ നിന്നിട്ട് എനിക്കിതുപോലൊരു കാളക്കുട്ടിയെ അറുത്ത് ഭക്ഷണം തന്നിട്ടില്ല. അവൻ പലതും അവിടെ പറയാൻ തുടങ്ങി. അപ്പനോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ഇത്ര നാൾ കൊണ്ട് നിന്നെ സേവിച്ചിട്ടും നീ എനിക്കൊരു കാളക്കുട്ടിയെ, ഒരു ആട്ടിൻകുട്ടിയെ തന്നില്ലെന്ന് അവിടെ പറയുന്നത്. പക്ഷെ അവൻ ദിവസേന ആ ഭവനത്തിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട്ടിൻകുട്ടികളെ അവിടെ അറുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പനോടും അമ്മയോടും ചേർന്ന് ആ ഭക്ഷണങ്ങളെല്ലാം അവൻ കഴിക്കുന്നുണ്ട്. അപ്പോഴൊന്നാമത്തെ അവൻ പരാതിപ്പെടുന്നവൻ. അവൻ അതിൽ ഇത്ര നാളുകൊണ്ട്, നമ്മളൊക്കെ ഇങ്ങനെയാണ്, ഞാൻ ഈ സഭയിൽ വന്നിട്ട് എത്ര നാളായി, ഞാൻ അപ്പനും അമ്മയും ഒക്കെ ഈ സഭ പണ്ടേ ഉള്ളതാ എന്നൊക്കെ പറയുന്നവരുണ്ട്. രണ്ടാമത് അവൻ പറഞ്ഞു, എനിക്ക് തന്നില്ല എന്ന് വെച്ചാൽ തൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നവൻ. മൂന്നാമത് അപ്പൻ വന്ന് അവനെ വിളിക്കുന്നു, മകനെ നീ എന്തിനാണ് വെളിയിൽ നിൽക്കുന്നത്? നീ അകത്ത് വാ, ഈ ആഘോഷത്തിൽ നീയും എന്ത് ചെയ്യുക? പങ്കെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് വിസമ്മതിക്കുന്നു. നമ്മിൽ പലരും അതുപോലെയാണ്. ആരാധന ആലയത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം വരുന്നവരായി തീരാറുണ്ട് പലരും. സൺഡേ സ്കൂളുള്ളപ്പോൾ ഓടി നേരത്തെ വരുമോ? ആരാധനയുള്ളപ്പോൾ എല്ലാം കഴിഞ്ഞു വരുന്നവരാണോ നമ്മൾ പുറത്തു നിൽക്കുന്നവരായി പലപ്പോഴും തീരുകയാണ്. പക്ഷേ പേരെന്താണ്? ഞാൻ അപ്പൻ്റെ മൂത്ത മകൻ, അപ്പനോട് കൂടെ നടന്നവൻ, ഇളയ മകനെ പോലെ അവകാശം വാങ്ങി ദൂരദേശത്ത് ചെന്ന് ഞാനൊന്നും നശിപ്പിച്ചിട്ടില്ല, ഞാൻ കൂടെ ഇരിക്കുന്നവനാണ് എന്ന് അവൻ പറയുമ്പോൾ അവനൊരു കുഴപ്പമുണ്ട്. ആ ഭവനത്തിലെ ആരാധനയിൽ സന്തോഷിപ്പാൻ അവന് കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനകളിൽ നമ്മൾക്ക് സന്തോഷിപ്പാൻ കഴിയാത്ത അവസ്ഥകളുണ്ടോ? മാത്രമല്ല, അവൻ അപ്പനോട് ആർഗ്യൂ ചെയ്യുകയാണ്, വാദിക്കുകയാണ്. നീ അതെനിക്ക് തന്നോ, നീ ഇതെനിക്ക് തന്നോ? ഇവൻ കൊണ്ടുപോയി എത്രമാത്രം അതൊക്കെ നശിപ്പിച്ചു, എത്രമാത്രം ആ വിധത്തിൽ പോയി. അവൻ സകലതും പാപത്തിൽ വസിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ അവനോട് കാണിക്കുന്ന സ്നേഹം കണ്ടോ? എന്നോട് കാണിക്കുന്ന സ്നേഹം. അപ്പനോട് ആർഗ്യൂ ചെയ്യുന്നു, അപ്പനോട് വാദിക്കുന്നു, സ്തോത്രം, തർക്കിക്കുന്നു, മറുപടി പറയുന്നു. പക്ഷെ പേരെന്താണ്? ഞാൻ അകത്താണ്. എവിടെ? അപ്പൻ്റെ കൂടെ, അപ്പനോട് ചേർന്ന്, അപ്പൻ്റെ അകത്താണ്. മാത്രമല്ല, ഹല്ലേലൂയ, നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ ചോദിക്കുന്ന എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല. എന്തിനു വേണ്ടിയെന്ന് അവിടെ പറയുന്നുണ്ട്? എൻ്റെ ചങ്ങാതിമാരോട് സന്തോഷിപ്പാൻ. അവൻ അകത്താണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു താല്പര്യമുണ്ട്, ലോകവുമായിട്ട് ഇടപഴകി എപ്പോഴും പോകണമെന്ന്. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അകത്താണെങ്കിലും ചങ്ങാതിമാരുമായിട്ട് പോയി ഒരാട്ടിൻകുട്ടിയെ കിട്ടി. അവൻ എന്നും ആട്ടിൻകുട്ടിയും കാളക്കുട്ടിയുടെ ഒക്കെ ആഹാരം നല്ല സുഭിക്ഷമായിട്ട് ഭവനത്തിലുണ്ട്. ഇളയ മകൻ പോയി നശിച്ചതുപോലെ ഒന്നുമല്ല.
എങ്കിലും അവൻ സെപ്പറേറ്റ് ആയിട്ട് ഒരാട്ടിൻകുട്ടിയെ വേണം. ആഘോഷിക്കുന്ന ആരോട്? വീട്ടുകാരോടല്ല, ആരാധനക്കാരോടല്ല, സഭയോടല്ല, പാസ്റ്ററോടല്ല, ചങ്ങാതിമാരുമായിട്ട് പോയി ആഘോഷിക്കുക. അപ്പൊ അവന് വേൾഡിലി ലോകത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ മാത്രമല്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ വന്നത് എപ്പോഴാണ്? എല്ലാം കഴിഞ്ഞതിന് ശേഷം. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഈ മകൻ്റെ പേരെന്താണ്? അപ്പനോട് കൂടെയുള്ള മകൻ. സ്തോത്രം. അപ്പനോട് കൂടെയുള്ള മകൻ, അപ്പനോട് ഓഹരി വാങ്ങാതെ ഇരിക്കുന്ന മകൻ. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ പരാതി പറയുന്നവനും, അവൻ്റെ സീനിയോറിറ്റി പറയുന്നവനും, അവൻ പ്രത്യേകിച്ച് ചിലത് ആഗ്രഹിക്കുന്നവനും, എനിക്ക് തന്നില്ല എന്ന് വാദിക്കുന്നവനുമായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. നമ്മൾ ഈ ഗണത്തിൽപ്പെടുന്ന മക്കളാണോ? നിർബന്ധ ബുദ്ധിയും, പെട്ടെന്ന് ക്ഷോഭിക്കുന്ന, വയലന്റ് ആകുന്ന, ആരാധന കൂട്ടായ്മകളിൽ കടന്നു പോകുവാൻ താല്പര്യമില്ലാതെ പുറത്തു നിൽക്കുന്ന, അകന്നു പോകുന്ന നാമായി തന്നെയല്ല. ഇതിനൊക്കെ കാരണം നമ്മെ പിറകോട്ട് വലിക്കുന്ന ഒരു ലോകശക്തിയുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഒരു വേൾഡിലി പവർ, ലോകത്തിൻ്റെ ശക്തി, ഒരു പൈശാചിക ശക്തി നാം അകത്തായിരിക്കുമ്പോഴും പുറത്തോട്ട് നമ്മെ പിൻവലിക്കുന്ന അനുഭവം. ഇന്ന് പകൽക്കാലം 3 മക്കളെ ഞാൻ അവതരിപ്പിച്ചു. ഹല്ലേലൂയ. ഈ ദൈവസന്നിധിയിൽ ഈ ധ്യാന വചനത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി ഒന്നുകൂടെ ധ്യാനിച്ച് ഇത് വായിക്കണം. ഒന്ന്, ഞാൻ അപ്പൻ്റെ എല്ലാ കാര്യങ്ങളും വാങ്ങി ദൂരെ പോയി നശിപ്പിച്ചവനാണോ? അതോ ഞാൻ മടങ്ങി വന്ന് അപ്പൻ്റെ സന്തോഷത്തിൽ ചേർന്ന് മടങ്ങി വന്ന് കടന്നു വന്നവനാണോ? അവിടെ കർത്താവ് പറയുന്ന ഒരു വചനം, ദൈവവചനമുണ്ട്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിപ്പാനിടയാകുന്നു. അപ്പൊ സന്തോഷം വന്നത് മൂത്ത മകനിലുമല്ല, സന്തോഷം വന്നത് ഇളയ മകനിലുമല്ല, സന്തോഷം വന്നത് അപ്പനിലേക്ക് മടങ്ങി വന്ന മകനിലാണ് സന്തോഷം വന്നത്. സുബോധം വന്ന് പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നവനിലാണ് സന്തോഷം വരുവാനിടയായത്, ആനന്ദം വരുവാനിടയായത്. ഇന്ന് പകൽക്കാലം നമ്മെക്കുറിച്ച് ഒരു ദിവസമല്ല, എന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും എന്ത് ചെയ്യണം? മടങ്ങി വരണം. ചേർന്ന് പറഞ്ഞു, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്താണ്? കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ വരും. എന്നാൽ ഓരോ ദിവസവും കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. വേഗത്തിലൊന്ന് എഴുന്നേറ്റ് നിന്നേ. വേഗത്തിൽ. സമയം തീർന്നു. ഞാൻ അധികം 15 മിനിറ്റ് എടുത്തു. ഓരോ നിമിഷം കുവാമായി നാം ആരാണ്? ഞാൻ ആരാണ്? ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ മടങ്ങി വന്ന മകനാണ്. ഞാൻ മടങ്ങി വന്ന മകനാണ്. എന്നെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു. എന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. നഷ്ടപ്പെട്ടതായിരുന്നു. അവിടെ പറയുന്നുണ്ട്, ഞാൻ മരിച്ചുപോയി. അവൻ പിതാവ് പറയുന്നുണ്ട്, അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവൻ മടങ്ങി വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ലോകമല്ല സന്തോഷിക്കേണ്ടത്, നമ്മെ ഓർത്ത് സ്വർഗം സന്തോഷിപ്പാനിടയാകണം. സ്വർഗം സന്തോഷിക്കണമെങ്കിൽ നമ്മൾ അനുദിനം ഹൃദയംഗമായി ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഒരു ദിവസമല്ല, എന്നും പ്രഭാതത്തിലും സന്ധ്യയിലും പ്രവർത്തനത്തിനും പോകുന്നതിന് മുൻപ് പ്രാർത്ഥനയും വചനവുമായിട്ടും, പ്രവർത്തന ശേഷം മടങ്ങി വന്നിട്ട് തെറ്റുകളെ ഏറ്റു പറഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപായിട്ട് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലുമായിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ തെറ്റിപ്പോയി. ആ വാക്കില് അവനോട് അങ്ങനെ പറഞ്ഞു, അവളോട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുകാരോട് കൂട്ടുകാരികളോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി കർത്താവേ,
എന്നോട് ക്ഷമിക്കണമേ, ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ മകനായി നിലനിൽപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മാത്രമല്ല, എന്നും എന്നും കർത്താവിന്റെ വരവ് വരെയും അവിടുന്ന് വരുമ്പോൾ എന്നെ ചേർക്കുവാൻ, പ്രിയ മക്കളെ ചേർക്കുവാൻ വരുമ്പോൾ എല്ലാ കണ്ണുകളും അടയട്ടെ. അതിനോട് ചേർന്ന് ഞാനുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശുദ്ധ സംഘത്തിൽ ഞാനും കാണപ്പെടുവാൻ മോദാൽ വാഞ്ചിക്കുന്നു. When the saints go marching on, യേശു വരുമ്പോൾ, വിശുദ്ധന്മാർ വരുമ്പോൾ ആ സംഘത്തിൽ ചേർക്കപ്പെടുവാൻ അനുദിനം മനസാന്തരപ്പെട്ട് ഇളയപുത്രൻ മടങ്ങി വന്നതുപോലെ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. തീരുമാനമെടുത്തവർ കരമൊന്ന് ഉയർത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗ്ഗീയ പിതാവേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിനം സുബോധമുള്ളവരായി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നവരായി അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ അവരെ എന്നും സഹായിക്കണമേ. എന്നും പ്രാർത്ഥനയോടും വചനധ്യാനത്തോടും അങ്ങയോട് അടുത്ത് വരുവാൻ ഇടയാക്കിയാട്ടെ. അവരുടെ തീരുമാനത്തെ അവിടുന്ന് ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതിനവസരമൊരുക്കിയ കർത്തദാസന്മാരോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ബൈബിൾ മെഡിറ്റേഷനിൽ നമ്മളെ സഹായിച്ച പാസ്റ്റർ TM കോശിയുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു വീണ്ടും കർത്താവേ. ഹല്ലേലൂയ. ഈ മനോഹരമായ ആമേൻ ഹല്ലേലൂയ സമയത്ത് കർത്താവേ, ബൈബിളിലെ ആമേൻ വാക്യങ്ങളെ ആമേൻ ഹല്ലേലൂയ മെഡിറ്റേറ്റ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു കർത്താവ്. പ്രിയ ദേവദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ കൂടെ ഞങ്ങളെ മടക്കി വരുത്തുന്ന എല്ലാ വഴികൾക്കും കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. തുടർന്ന് കർത്താവ് സഹായിക്കണം. തുടർന്നുള്ള സെഷൻസിനെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.